എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പന്റെ ചെറുപ്പകാലം കാണിക്കുകയാണ്. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പൊ ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുകയാണ്. മാമൻ അവന് സമറിൻ ജിപ്സോ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ കുട്ടപ്പൻ അവനവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടും അവനെ കൊണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ചെറിയ തവളകളെ മാത്രമേ അവൻ അതിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരുപാട് നേരം ഇത് ട്രൈ ചെയ്തു, ഇതൊരു പൊട്ട ജിപ്സോ ആണെന്ന് പറഞ്ഞ് അവൻ നീണ്ടു നിവർന്ന് താഴെ കിടക്കും. ആക്ച്വലി അടുത്ത ദിവസം ജോനിയൻ എക്സാം ആണ്. അതിനുവേണ്ടിയാണ് മാമൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ അവന് ട്രെയിനിങ് കൊടുക്കുന്നത്. മാമൻ കുട്ടപ്പനോട് പറയും, നീ ഫോർത്ത് ഹോക്കാഗയുടെ ലെഗസിയാണ്, ഉറപ്പായിട്ടും നിന്റെ പവർ അത് കാണിക്കേണ്ട സമയം അത് നാളെയാണ്. കുട്ടപ്പനാണെങ്കിൽ അത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതേസമയം ഗ്രാമത്തില് എക്സാമിന് വേണ്ടി ഇപ്പൊ ഒരുപാട് ആൾക്കാര് ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ സാസുകയ്ക്ക് കാക്കാഷി ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഗാറ അവനും മാച്ചിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ റോക്ലിക്ക് ഗാറയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി കിട്ടി. അവന്റെ ബോഡി മുഴുവൻ തകർന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പൊ അതേസമയം ഗ്രാമത്തില് ഇപ്പൊ നടക്കാൻ പോകുന്ന മാച്ചിനെ കുറിച്ചാണ് സംസാര വിഷയം. ജനങ്ങളെല്ലാവരും ഇപ്പൊ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പരസ്പരം ബെറ്റ് കെട്ടുകയാണ്. അവര് പറയും ആ 9 ടൈൽ ചെക്കനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും ഈ ഒരു മത്സരം വലിയൊരു ചരിത്രം തീർക്കും. അപ്പൊ ചോച്ചിയും കുട്ടപ്പനും അവരെപ്പോഴും പോകുന്ന ആ ഒരു ഹോട്ടലിൽ ചെന്ന് മൂക്കറ്റൻ നൂഡിൽസ് ഒക്കെ കഴിച്ച് അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. വേറൊരു ചേട്ടൻ അവൻ ചോച്ചിയോട് പറയും, നീ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ വീണ്ടും നിനക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരും, നിനക്ക് കുറച്ചെങ്കിലും ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തൂടെ. അതിന് ചോച്ചി പറയും, നല്ല ഫുഡ് കഴിച്ചാലേ നല്ല പവർ ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഇനിയും കഴിക്കുന്നു പറഞ്ഞ് അവൻ ഉഷാറായിട്ട് കഴിക്കാൻ തുടങ്ങും. പക്ഷെ ആ ഗ്യാപ്പില് കുട്ടപ്പൻ നൈസായിട്ട് മുങ്ങും. ചോച്ചിയാണെങ്കില് ഹോട്ടലിൽ പെട്ടുപോയി ഇപ്പൊ കുട്ടപ്പന്റെ കൂടെ ബില്ലടക്കേണ്ട അവസ്ഥ വരും. ഇവിടെ കുട്ടപ്പൻ അവൻ ഭയങ്കര ടെൻഷനില് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ കൊനഹമാരും അവിടേക്ക് വന്നിട്ട് പറയും, ബിഗ് ബ്രദർ, ഞാൻ അടിപൊളിയായിട്ട് ഒരു പുതിയ ജിപ്സ് പഠിച്ചു, ഞാനത് കാണിച്ചു തരാന്ന് പറഞ്ഞ് അവനൊരു കട്ട എടുത്തു വെച്ച് സെക്സി ജിപ്സ് ഉപയോഗിച്ച് ഒരു ചുന്ദരിയായ പെണ്ണായി തീരും. അത് കണ്ട് കുട്ടപ്പന് ദേഷ്യം വരും. നീ ഇതാണോ ഇത്ര കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ജിപ്സു? നിർത്തിനടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. ഇനി മേല ഇമാതിരി ജിപ്സും കൊണ്ട് എന്റെ 7 അയലത്ത് വന്നു പോകരുത്, എനിക്ക് സമയമില്ല, ഉടനെ പുതിയ ജിപ്സ് പഠിക്കണം എന്ന് പറഞ്ഞ് കുട്ടപ്പൻ മുൻപോട്ട് പോവും. അതിന് കൊനഹമാരോ, അപ്പൊ ജിറയ മാമൻ നിനക്ക് പുതിയ ജിപ്സു പഠിപ്പിച്ചു തന്നോ? അപ്പൊ ഒരു സെക്കൻഡ് കുട്ടപ്പൻ മാമൻ അവസാനമായി പറഞ്ഞ ആ ഒരു കാര്യം ആലോചിക്കും. നീയാണ് ഫോർത്ത് ഹൊക്കാഗയുടെ ലെഗസി, നിന്റെ പവറും കഴിവും അതെന്താണെന്ന് നീ കാണിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ ഒരു ട്രെയിനിങ് നീ കംപ്ലീറ്റ് ചെയ്യണം. കുട്ടപ്പൻ ഉടനെ ഉഷാറായിട്ട് മുൻപോട്ട് ഓടാൻ തുടങ്ങും. കുട്ടപ്പൻ ഓടി ഓടി ഇപ്പൊ തേർഡ് ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. കുട്ടപ്പൻ ചോദിക്കും, ഫോർത്ത് ഹൊക്കാഗയുടെ ലെഗസി അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ? ആ ഒരു അറിവ് അതെനിക്ക് കിട്ടിക്കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ബാറ്റില് ഞാൻ തന്നെ ജയിക്കും. അതിന് ഹൊക്കാഗ ചിരിക്കും, നീ ഇതറിയാനാണോ ഇവിടേക്ക് ഓടി വന്നത്? അതിന് കുട്ടപ്പൻ, അതെ, ദയവ് ചെയ്ത് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അതിന് ഹൊക്കാഗ പറയും, അതിന്റെ ആൻസർ ഞാനല്ല, മറിച്ച് നീയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. അത് കേട്ട് കുട്ടപ്പന് കലി കയറി ഇപ്പൊ ഹൊക്കാഗയോട് ദേഷ്യപ്പെടും. അപ്പൊ ഹൊക്കാഗയ്ക്ക് കലി കയറി ഹൊക്കാഗ ഇപ്പോ കുട്ടപ്പനെ ചവിട്ടി പുറത്താക്കും. കുട്ടപ്പൻ തലയൊക്കെ ചൊറിഞ്ഞ് വീണ്ടും മുൻപോട്ട് നടക്കും. ഞാനിപ്പോ ആരോട് ഈ ലെഗസിയെ കുറിച്ച് ചോദിക്കും? കാക്കാഷി മാസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഒരു പക്ഷേ ഇറൂക്ക മാസ്റ്റർക്ക് അറിയായിരിക്കും പറഞ്ഞ് അവൻ മാസ്റ്ററോട് ചോദിക്കും. അത് കേട്ട് മാസ്റ്റർ, ഇതെന്ത് ഗെയിമാ, നല്ല ഗെയിമാണെങ്കിൽ എനിക്കൂടെ പറഞ്ഞതാ, നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് കുട്ടപ്പനോട് പറയും. അതിന് കുട്ടപ്പൻ പറയും, ഇത് ഗെയിം ഒന്നും അല്ല, ഫോർത്ത് ഹൊക്കാഗയുടെ ലെഗസി അതെന്തോ ഒരു സീക്രട്ട് ആണ്, അതറിയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഈ ബാറ്റിൽ ജയിക്കാൻ കഴിയും. കുട്ടപ്പൻ വീണ്ടും മുൻപോട്ട് പോയി ആൻകോയുടെ ഡംബ്ലീസ് അതടിച്ചു മാറ്റി ആ ഒരു ലെഗസിയെ കുറിച്ച് ചോദിക്കും. അതിനവന് കലി കയറി അവന് കയ്യിൽ കിട്ടിയ സ്പൂണ്, പ്ലേറ്റ് അങ്ങനെ എല്ലാം വെച്ച് ഇപ്പൊ കുട്ടപ്പനെ വലിച്ചെറിയും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ മൈക്കൈ ആള് കൈ കുത്തിപ്പിടിച്ച് നടന്ന് ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തെത്തും. കുട്ടപ്പൻ ചോദിക്കും, എന്തു പറ്റി, എന്തിനാണ് കൈ കുത്തിപ്പിടിച്ച് നടക്കുന്നേ? അതിന് മാസ്റ്റർ പറയും, ഇതെന്റെ ഒരു പ്രാർത്ഥനയാണ്, റോക്ലിയുടെ അസുഖം അത് വേഗം ഭേദാവാൻ. അപ്പൊ കുട്ടപ്പൻ ചോദിക്കും, നിങ്ങൾക്കെങ്കിലും എന്റെ ലെഗസിയെ കുറിച്ച് എന്തെങ്കിലും അറിയോ? കട്ട് ചെയ്ത ചോച്ചി അവന് കിട്ടിയ പണി ഓർത്ത് ഒരുപാട് വിഷമത്തില് നടന്നു വരികയാണ്. അപ്പൊ ദൂരത്തായിട്ട് കുട്ടപ്പനും മൈറ്റ്ഗായും വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നത് അവൻ കാണും. അപ്പൊ അതേസമയം മൈഗായി പറയും, എനിക്ക് ഫോർത്ത് ഹൊക്കാഗയുടെ ആ ഒരു ലെഗസി അതറിയാം, പക്ഷെ അത് ടോപ്പ് സീക്രട്ട് ആണ്. മാസ്റ്റർ നൈസായിട്ട് ഇപ്പൊ ഒരു സ്ക്രോൾ എടുത്ത് താഴേക്കിടും. എന്നിട്ടത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, വാവ്, അത്ഭുതമായിരിക്കുന്നു, ഇതാണ്
ഫോർത്ത് ഹൊക്കാഗയുടെ ലെഗസി. കുട്ടപ്പൻ ഇപ്പോ ആ സ്ക്രോളിലേക്ക് നോക്കും. ആ ഒരു സ്ക്രോളില് ഇപ്പൊ മിനട്ടോയുടെ ഫോട്ടോ ആയിരിക്കും ഉണ്ടാവുക. കുട്ടപ്പൻ ആ ബുക്ക് എടുത്ത് തുറന്നു നോക്കും. അപ്പൊ അതില് അവനൊരു പസില് കാണും. അപ്പൊ സെൻസായി പറയും, ഈ ഒരു പസില് അതിന്റെ എൻഡിൽ എത്തുകയാണെങ്കില് നീ അന്വേഷിച്ച ആ ഒരു ലെഗസി അത് നിനക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷെ അങ്ങോട്ട് ഒരിക്കലും പോകരുത്, പിന്നെ നിനക്ക് തിരികെ വരാൻ കഴിയില്ല. അത് കേട്ട് നമ്മുടെ ചെക്കൻ അവൻ പേടിക്കാൻ തുടങ്ങും. കുട്ടപ്പൻ തുള്ളിച്ചാടി ഉറപ്പായിട്ടും ഇത് ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞ് ഹൈ സ്പീഡില് ഇപ്പൊ മുൻപോട്ട് ഓടും. ചോച്ചിയാവട്ടെ അവനോടനെ ചാടി എഴുന്നേറ്റ് ഈ കാര്യം എത്രയും പെട്ടെന്ന് ഷിക്കമരുവിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് അവനും മറ്റൊരു ഭാഗത്തേക്ക് ഓടും. തട്ടിയത കുട്ടപ്പൻ അവനിപ്പോ ഉഷാറായിട്ട് ഓടാണ്. അപ്പൊ അവന്റെ മുൻപിലേക്ക് സാക്കുറ വരും. അവള് ചോദിക്കും, നീ ബാറ്റിൽ പങ്കെടുക്കാതെ ഇപ്പൊ വെറുതെ പുറത്തൂടെ ഓടിക്കളിക്കാണോ? അപ്പൊ അതേ സമയത്ത് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈനോയും ഷിക്കമരു അവര് രണ്ടുപേരും ഇപ്പൊ ഒരു മരക്കൊമ്പിലിരിക്കുകയാണ്. ഈനോയ്ക്കാണെങ്കില് ഇപ്പൊ ഷിക്കമരുവിനെ കണ്ട് ഒരുപാട് അത്ഭുതമാണ്. കാരണം ഇത്രയും വലിയൊരു ബാറ്റില് അത് നടക്കാൻ പോവുകയാണ് എന്നറിഞ്ഞിട്ടും അവൻ ഒരു കൂസലും ഇല്ലാതെ പാട്ടൊക്കെ പാടി മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോച്ചി പയ്യൻ അവൻ ഓടി വന്ന് ഇപ്പൊ വിളിച്ചു പറയും, ഈനോ, ഷിക്കമരു, ഞാൻ വലിയൊരു രഹസ്യം അറിഞ്ഞു. അതേസമയം ഇവിടെ കുട്ടപ്പന്റെ കൂടെ തന്നെ ഇപ്പൊ സാക്കുറയും പോവാണ്. സാക്കുറ പറയും, ഞാനും ടീം 7ലുള്ള ഒരു മെമ്പറാണ്. അതുകൊണ്ട് ഈ ഒരു നല്ല കാര്യത്തിന് നിന്റെ കൂടെ ഞാൻ ഉറപ്പായിട്ടും വരും. അത് കേൾക്കുമ്പോ നമ്മുടെ ചെക്കന് വമ്പ നാണമൊക്കെ വരും. പക്ഷെ സാക്കുറ പെണ്ണ് അവൾ ആള് പുലിയാണ്. അവൾ ആ ട്രഷർ അതെങ്ങനെയെങ്കിലും കൈക്കലാക്കി സാസുവയ്ക്ക് ഗിഫ്റ്റ് ചെയ്യാനാണ് വലിയ നുണയൊക്കെ പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പന്റെ കൂടെ പോകുന്നത്. അപ്പൊ അതേ സമയത്ത് ഹിഡൻ റെയിൻ വില്ലേജിലെ കുറച്ച് നിഞ്ചകള് നമ്മുടെ ആൾക്കാരെ വാച്ച് ചെയ്ത് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കും. ഇവിടെ നമ്മുടെ സ്വത്തുമണികള് ഇപ്പൊ ഒരുപാട് ദൂരം നടന്ന് ആ ഒരു ഹൈഡൌട്ടിലേക്ക് എത്തും. ആ ഒരു സ്ഥലം കാണുമ്പോ തന്നെ ഇപ്പൊ സാക്കുറയ്ക്ക് അവൾക്ക് ഒരുപാട് പേടിയാവും. അവൾ കുട്ടപ്പനോട് പറയും, നമ്മൾ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് നല്ല പേടിയാവുന്നു. അതിന് കുട്ടപ്പൻ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, നിന്റെ കൂടെ എന്തിനും പോകുന്ന ഞാനില്ലേ. മാത്രമല്ല ഞാൻ 5th ഹൊക്കാഗെ ആവേണ്ട ആളാണ്. ഇതുപോലുള്ള സില്ലി കാര്യങ്ങളൊന്നും കണ്ട് ഞാൻ പുറകോട്ട് പോവില്ല. കുട്ടപ്പൻ ഹായ് ആയിട്ട് വന്ന് ആ ഒരു നെറ്റിൽ തൊടും. പക്ഷെ ഷോക്ക് അടിച്ച് വന്ന ഡബിൾ സ്പീഡില് അവൻ തെറിച്ചു പോയി അടിച്ചു വീഴും. കുട്ടപ്പന്റെ വീഴ്ച കണ്ട് ഇപ്പൊ ആരൊക്കെയോ പൊട്ടിച്ചിരിക്കും. അതിന് നമ്മുടെ ആൾക്കാര് അവർ ചുറ്റും നോക്കും. അപ്പൊ നെറ്റിന്റെ അപ്പുറത്തായിട്ട് ഇപ്പൊ ഷിക്കമരുവും ഈനോയും ചോച്ചിയും അവര് 3 പേരും ഇപ്പൊ നമ്മുടെ ആൾക്കാർ നോക്കി ചിരിക്കുന്നതായിട്ട് കാണും. അതിന് കുട്ടപ്പൻ ചോദിക്കും, നിങ്ങളെങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് ചോച്ചി അവൻ താഴെ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയ ഹോൾസ് കാണിച്ചു കൊടുക്കും. ഞങ്ങൾ അതിലൂടെയാണ് അകത്തേക്ക് കയറിയത്. അത് കേൾക്കേണ്ട താമസം ഇപ്പൊ നമ്മുടെ ആൾക്കാരും അതുവഴി ഇപ്പൊ അകത്തേക്ക് കയറും. ഈനോ പറയും, 4th ഹൊക്കാഗയുടെ ലെഗസി അത് ഞങ്ങൾക്കും അറിയണം. അത് കേട്ട് സാക്കുറയ്ക്ക് അവൾക്ക് ഒരുപാട് ദേഷ്യം വരും. അങ്ങനെ 2 ടീമും 1-ന് 10 പറഞ്ഞ് 50 പറഞ്ഞ് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. ചോച്ചി പറയും, ആ ഒരു ലെഗസി അത് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഷിക്കമരു അവൻ ഉറപ്പായിട്ടും ഈ ഒരു ബാറ്റിൽ ജയിക്കും. അതിന് സാക്കുറ അതൊരിക്കലും നടക്കില്ല. ആ ഒരു ലെഗസി അതാദ്യം കണ്ടെത്തിയത് ഞങ്ങളാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് ഇപ്പൊ അവർ വീണ്ടും ഫൈറ്റ് ഇട്ടുകൊണ്ട് അത് അന്വേഷിക്കാനായി മുൻപോട്ട് പോകും. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ മൈറ്റ്കായ് ഒരു അപ്പാപ്പന്റെ വേഷത്തില് അവിടേക്ക് വരും. കുട്ടപ്പന് മാത്രം അതാരാണെന്ന് മനസ്സിലാവില്ല. കുട്ടപ്പൻ ചോദിക്കും, നിങ്ങൾ ആരാണ്? അതിന് മൈഗൈ പറയും, ഞാനാണ് നീ തേടി വന്ന ആ ട്രഷർ, നിന്റെ ഒരേ ഒരു ലെഗസി. അത് കേട്ട് കുട്ടപ്പൻ തുള്ളിച്ചാടും. അത് കണ്ട് ബാക്കിയുള്ളവര് ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. മൈഗൈ നൈസായിട്ട് ഇപ്പൊ വീണ്ടും മറ്റൊരു സ്ക്രോള് താഴേക്കിടും. അയ്യോ, ആ സ്ക്രോള് അത് താഴെ പോയല്ലോ. അത് ടൈഗർ സ്ക്രോളാണ്. അതിന്റെ ഉള്ളിലാണ് ഒരുപാട് സീക്രട്സ് ഉള്ളത്. ഉടനെ കുട്ടപ്പൻ അവൻ ചാടിയ സ്ക്രോള് അതിപ്പോ കൈക്കലാക്കും. പക്ഷെ ഗായ് സെൻസായി ഇപ്പൊ കുട്ടപ്പനെ ആളുടെ ഷാഡോ ക്ലൗൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ടൈമില് ചോച്ചി ആ സ്ക്രോൾ തട്ടിപ്പറിച്ച് അവിടുന്ന് മുൻപോട്ട് ഓടും. അവര് 3 പേരും ആ സ്ക്രോൾ തുറന്ന് അതിലുള്ള വഴിയിലൂടെ ഇപ്പൊ മുൻപോട്ട് ഓടും. അപ്പൊ അവരുടെ മുൻപിലായിട്ട് ഒരു സ്പൈഡർ നെറ്റ് കാണും. ചോച്ചിയും ഈനോയും അവര് 2 പേരും അതിലൂടെ മുൻപോട്ട് ഓടും. പക്ഷെ ഷിക്കവര് മാത്രം ആ സ്ക്രോൾ വായിച്ച് അവിടെ തന്നെ നിൽക്കും. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ ഇപ്പൊ കുട്ടപ്പനും സാക്കുറയും ഓടി വരുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും ഇപ്പൊ ആ നെറ്റിൽ കയറി നിൽക്കും. ഷിക്കമരു ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ആ നെറ്റിൽ കയറാൻ പാടില്ല, എന്തോ പ്രശ്നമുണ്ട്. അത് കേട്ട് പേടിച്ച് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ തിരികെ വരാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ കാല് അത് ഓൾറെഡി ഒട്ടിപ്പിടിച്ച് അവർക്ക് അനങ്ങാൻ കഴിയില്ല. അപ്പോഴായിരിക്കും അവര് ലോങ് ഷോട്ടില് ഒരു വലിയ സ്പൈഡറിനെ കാണുക. ഉടനെ ഷിക്കമരു ഇപ്പൊ സ്ക്രോളിൽ എഴുതി വെച്ച കാര്യം ഉറക്കെ വായിക്കാൻ തുടങ്ങും. ആ സ്പൈഡറിനെ പ്രൊവോക്ക് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ പാടില്ല. അതിന്റെ കണ്ണ് വെട്ടിച്ച്
എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഷിക്കമരു അവനങ്ങനെ വായിക്കുന്ന അതേ സമയത്ത് ആ സ്പൈഡർ അത് നമ്മുടെ ആൾക്കാരുടെ തൊട്ടടുത്തെത്തും. കുട്ടപ്പനാണെങ്കിൽ പേടിച്ച് വിറയ്ക്കുകയാണ്. ഷിക്കമരു പറയും, ആ ബ്ലൂ ത്രെഡ് അതിലൂടെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് മുൻപോട്ട് നടക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് അപ്പുറത്തെത്താൻ പറ്റും. പക്ഷെ കുട്ടപ്പൻ വിടില്ല. അവൻ പറയും, എനിക്കിതിനെ കൊല്ലണം. എങ്കിൽ മാത്രമേ ഈ ട്രഷർ ഹണ്ടിങ്ങിന് ഒരു രസം ഉണ്ടാവൂ. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്പൈഡറിനെ ഇപ്പൊ അട്ടിച്ച് തെറിപ്പിക്കും. പക്ഷെ എന്താ, കുട്ടപ്പൻ കാല് വഴുതി ഇപ്പൊ ആ ഒരു നെറ്റില് മുഴുവനായിട്ടും സ്റ്റിക്കായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് ഷിക്കമരു അവൻ നൈസായിട്ട് ഇപ്പൊ കുട്ടപ്പനെ രക്ഷപ്പെടുത്തി അപ്പുറത്തെത്തിക്കും. പിന്നീട് വീണ്ടും ആ ഒരു സ്ക്രോൾ നോക്കി അവര് മുൻപോട്ട് പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.